കളയണം. എന്നിട്ട് പിഴിഞ്ഞ് മിക്സ് ചെയ്തിട്ട് വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഇത് കഴിച്ച് തീരണം. വെന്ത ഭക്ഷണവും വേവാത്ത ഭക്ഷണവും ഒന്നിച്ച് ദഹിപ്പിക്കാൻ വയറിന് കുറച്ച് പണിയാണ്, പറ്റില്ല. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ വേവാത്ത ഭക്ഷണം കഴിക്കണം. വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഫ്രൂട്ട്സ് കഴിക്കണം. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. സാധാരണ നമ്മൾ ബത്തക്കയോ പൈനാപ്പിളോ പഴമൊക്കെ കഴിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് കഴിക്കേണ്ടത്? വെന്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് കഴിക്കണം. ഓപ്പോസിറ്റ് സൈഡ് അറിയില്ല, നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. സാരമൊന്നുമില്ല, ഗുണം കിട്ടൂല, ചിലതിൻ്റെ ദോഷവും വരും. ഇപ്പം ചില ആളുകൾക്ക് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടാൽ ബാത്റൂം പോകുന്നത് വലിയ അപകടമല്ലേ? ഇയാൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടൂലല്ലോ. ഘട്ടമായിട്ടാണ് ദഹിക്കേണ്ടത്. ഓരോ ദഹനത്തിൻ്റെ ഘട്ടത്തിലും അതിലൂടെ ശരീരത്തിന് ഗുണങ്ങൾ കിട്ടാനുണ്ട്. കറക്റ്റ് സമ്പൂർണമായ ദഹന പ്രക്രിയ പൂർത്തിയാകുന്നത് 10 മണിക്കൂർ എടുത്തിട്ടാണ്. 10 മണിക്കൂർ. അപ്പോൾ ഫുത്തൂർ കഴിച്ചാൽ അശാൻ്റെ സമയം. വിശന്നാൽ മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെങ്കിൽ ഫുത്തൂർ കഴിഞ്ഞാൽ പിന്നെ അശയെ വേണ്ടു. ഇനി ഒരാൾക്ക് അസിഡിറ്റി, ഹൈപ്പർ അസിഡിറ്റി, വയറ്റുപുണ്ണൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്കിടെ വിശക്കും. അയാൾ ഇടയ്ക്കിടെ ഭക്ഷണം കഴിച്ചോട്ടെ, അതിന് ഇടങ്ങാറാക്കി വെറുതെ വയറ്റുപുണ്ണ് കൂട്ടണ്ട. ശരി, ഇനി അതൊരു ഇളവാക്കി എടുത്തിട്ട് തിന്നാൻ നിൽക്കുകയും വേണ്ട, വിശക്കുമ്പോൾ തിന്നോളിന്ന്. മനസ്സിലായില്ലേ? ആരോഗ്യപരമായ ഭക്ഷണം എന്ന് പറയുന്നത് ഫുത്തൂറാണ്. അതായത് രാവിലത്തെ. ഗൾഫുകാരൻ മിക്കവാറും തകരുന്നത് ഫുത്തൂർ ഇല്ല എന്നുള്ളതുകൊണ്ടാണ്. നിങ്ങളെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. രാവിലെ നാസ്തയില്ല, വെറുതെ പോയി അസീറും സാൻഡ്വിച്ചും. നാട്ടുകാർ രാവിലെ 2 കത്തടക്കുന്ന സമയമായി. ദുബൈ പോയപ്പോൾ ഒരു ഭയങ്കര രസകരമുണ്ട്. റമദാനായതുകൊണ്ട് എൻ്റെ ഭാഗ്യമാണ്. 2 ദിവസം കഴിഞ്ഞ് നോമ്പ് വന്ന എൻ്റെ ഭാഗ്യമാണ്. ദുബൈയിൽ അവിടെ ബറാഹയിൽ അവിടെയാണ് റൂമുണ്ടായത്. 10-15 ആൾ കിടന്നുറങ്ങുന്ന റൂമാണ്. ആരും രാവിലെ എണീച്ചിട്ട് ചായ ഇല്ല, വെള്ളമില്ല, ഒന്നുമില്ല. 9 മണിയായിട്ട് എനക്കാണ് ചോദിക്കാനും മടി. ഒരൊക്കെ അതിഥിയായി പോയല്ലേ, എങ്ങനെ ചോദിക്കും? അവസാനം കൂട്ടത്തിൽ ഒരുത്തനോട് ചില ചായ കുടിക്കണ്ട ഉസ്താദ്, അതെല്ലാം നാട്ടിലല്ലേ എന്ന്. പോന്ന വയ്ക്കുന്ന അസീറും സാൻഡ്വിച്ചും തിന്നും, അങ്ങനെ സമയം കിട്ടിയെങ്കിൽ. ഇവിടെ ജിദ്ദയിലൊക്കെ അത് എനിക്കറിയില്ല. നാസ്തയെല്ലാം ഉണ്ടല്ലേ? രാവിലെ നാസ്തയെല്ലാം കഴിക്കുമോ? ഇല്ല, കഴിക്കണം. ഞാൻ പറയണത് നിങ്ങളെ സ്നേഹിച്ചിട്ട് കുടുംബത്തെ സ്നേഹിച്ചാൽ മതി. ഇപ്പോൾ കുടുംബക്കാരും കേൾക്കാനില്ലാത്തതുകൊണ്ട് ധൈര്യത്തിൽ പറയാലോ. നിങ്ങളെ സ്നേഹിച്ചിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ കുടുംബക്കാരെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് പറയണം. അബ്ദുൽ കരീം എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി കണ്ണൂർ പത്രസമ്മേളനം നടത്തി. 10-20 കൊല്ലം ഗൾഫിലിരുന്ന് ഇപ്പോൾ കുടുംബക്കാർ നോക്കുന്നില്ല എന്നാണ് പരാതി. പുരുഷ പീഡനത്തിനെതിരെ സർക്കാർ ശ്രദ്ധിക്കണമെന്ന് റിട്ടയേർഡ് പ്രവാസികളാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പത്രം ഇല്ലല്ലേ? വായിക്കാത്തതുകൊണ്ട് കുറച്ച് സമാധാനത്തിൽ ഇടുന്നോളി. വായിച്ചാൽ ഇവിടെ നിൽക്കാൻ തോന്നില്ല. അബ്ദുൽ കരീം സംസ്ഥാന പ്രസിഡന്റ് പുരുഷ പീഡനത്തിനെതിരെ വാർത്ത ഉണ്ടായല്ലോ, കണ്ണൂർ പത്രസമ്മേളനം നടത്തിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും പറഞ്ഞു വന്നത് ഭക്ഷണം കഴിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ നാസ്ത കഴിക്കുന്നില്ല. നാസ്ത കഴിക്കാത്തവർക്ക് മസ്തിഷ്കവും ഹൃദയവും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന് തെറ്റും, ഡിസോൾഡർ ആവും. കരോട്ടിക് ചാനലുമായി അവയവത്തിൻ്റെ പേരൊന്നും പറയണ്ട, പ്രശ്നങ്ങൾ മാത്രം പറയും. ഇതൊക്കെ പറഞ്ഞാൽ കൺഫ്യൂഷൻ. പഴങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്, അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. ചാൻസ് ഉണ്ട്, ബട്ട് ഇവിടെ പഴം കഴിക്കുന്നു, ഈത്തപ്പഴം വാങ്ങി നാട്ടിലേക്ക് കൊടുത്തേക്കല്ലേ ഇന്ന്. അതല്ലേ പറയും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇവിടെ തിന്ന് ബാക്കിയുണ്ടെങ്കിൽ കൊടുത്തയച്ചാൽ മതി. പറ്റുമെങ്കിൽ അതിൻ്റെ കുരു പോലും പൊടിച്ച് തിന്നണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഈത്തപ്പഴത്തിൻ്റെ കുരുവിൽ പറ്റിയ വെളുത്ത പാട കഴിക്കാൻ നിർദ്ദേശിച്ചു. സുബ്ഹാനല്ലാഹ്. ഈത്തപ്പഴത്തിൻ്റെ പാടയില്ലേ, ആ വെളുത്ത എന്തായാലും പറയാം, ഹാർട്ടിനെ സംരക്ഷിക്കാൻ കഴിയുന്ന അമൂല്യമായൊരു വസ്തുവാണത്. മസ്തിഷ്കത്തിനെ പൊതിഞ്ഞു നിൽക്കുന്ന മെനിഞ്ചസ് എന്ന പാളിയെ സംരക്ഷിക്കാനൊക്കെ കഴിവുള്ള അമൂല്യമായ വസ്തുവാണത്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. നമുക്ക് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ കഴിയും. അല്ലാഹു കൂട്ടത്തിൽ നമ്മളെ ചേർത്ത് തരട്ടെ. അപ്പോൾ നാസ്ത ഉപേക്ഷിക്കരുത് ദയവേത്. എല്ലാവരും ആ കാര്യം, പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊക്കെ നന്നായി ശ്രദ്ധിക്കണം. എന്ത് വില കൊടുത്ത് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കണം. അതിന് സമയം പോയാൽ സാരില്ല, അത് വിട്ടുവീഴ്ച വേണ്ട. അതിന് നല്ലത് നേരത്തെ പറഞ്ഞ ഈത്തപ്പഴവും മറ്റെന്തെങ്കിലും പഴമാണ്. പക്ഷേ ഈ കഫക്കെട്ട് നിറമായി ശ്വാസം മുട്ട് രോഗമുള്ളവർ ഇവിടുത്തെ റോബസ്റ്റ് കഴിക്കരുത്. റോബസ്റ്റ് എന്നല്ലേ ഇവിടെ പറയുന്ന ആ ഒരു പഴം അല്ലേ, അത് ഭയങ്കര പ്രശ്നമാണ്. എപ്പോഴും ചുമ, എപ്പോഴും കഫക്കെട്ട്, പിന്നെ പ്രശ്നമുള്ളവർ ആ പഴം കഴിക്കരുത് ഇവിടെ. അത് ബുദ്ധിമുട്ട് കൂട്ടും, നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലെ തടി വല്ലാണ്ട് ചീർക്കുന്ന മക്കൾ ഇവിടെ താമസിക്കേണ്ട ആ കുട്ടിയേക്കും ആ പഴം കൊടുത്തേക്കരുത്. വെളുത്തിങ്ങനെ വല്ലാണ്ട് വെറുതെ തടിക്കുന്ന പിള്ളേരുണ്ടല്ലോ, അത്തരം പിള്ളേർക്ക് ഈ പഴം കൊടുക്കരുത്, ചിക്കനും കൊടുക്കരുത്. നാട്ടിൽ ചിക്കൻ കൊണ്ടുവന്നിട്ട് കൊടുത്തോളി.
പ്രത്യേകിച്ചും ചെറിയ പെൺകുട്ടികൾക്ക് പെട്ടെന്ന് ശരീരം വളർച്ച വരുന്നുണ്ട് ഈ ചിക്കൻ കഴിക്കുമ്പം. ഇപ്പോൾ 3.5 വയസ്സുള്ളൊരു കുട്ടിക്ക് ഗർഭപാത്രം കണ്ടെത്തി, പെൺകുട്ടിക്ക്. ഡോക്ടർമാർ അത്ഭുതപ്പെട്ടു, എന്താ കാര്യം എന്ന്. അപ്പോൾ അവൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം ഏറ്റവും താല്പര്യത്തോടെ കൂടുതലും കഴിച്ച കോഴിയിറച്ചിയാണ് നാം. ഗോവ മെഡിക്കൽ കോളേജിൽ പത്തോളജി വിഭാഗത്തിൽ തലവനായിരുന്ന ഡോക്ടർ W. പിൻഡോ അടുത്ത കാലത്തൊരു പത്രസമ്മേളനം നടത്തിയിട്ട് വലിയ ഗൗരവമുള്ള കാര്യം പറഞ്ഞു. ഈ സ്ത്രീകൾ ബ്രോയിലർ ചിക്കൻ കഴിക്കുന്ന വളരെ സൂക്ഷിക്കണം. പ്രത്യേകിച്ചും ബ്രോയിലർ ചിക്കനിലെ പെടക്കോഴിയുടെ മാംസം കഴിക്കുന്ന സ്ത്രീകൾ വേഗം ക്യാൻസർ രോഗം വരാൻ സാധ്യതയുണ്ട്. കാരണം സ്റ്റിറോയിഡ് കുത്തിവെച്ച മാംസഭക്ഷണങ്ങൾ ഈസ്ട്രജൻ ഹോർമോണുമായി ബന്ധപ്പെട്ട ഫങ്ഷൻ നടക്കുന്ന ശരീരത്തിൽ വലിയ അപകടങ്ങൾ ഉണ്ടാക്കുന്നു. പ്രത്യേകിച്ചും പ്രസവം കുറഞ്ഞ സ്ത്രീകളാണ്. അപ്പം വേഗം പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ നാട്ടിൽ പറ്റുമെങ്കിൽ നിർദ്ദേശിച്ചാൽ നല്ലതാണ്. ഓക്കെ. അപ്പോൾ പ്രഭാത ഭക്ഷണം നിങ്ങൾ ശ്രദ്ധിക്കണം. ഗൾഫ് സഹോദരന്മാർ നിർബന്ധമായും ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും തീരെ എണ്ണയില്ലാത്ത ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ ചവക്കുന്ന സമയത്ത് വായ തുറക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സലാം പോലും പറയണ്ട. സലാം പറയുന്ന സമയത്ത് മടക്കാനുള്ള ഒരു ടെൻഡൻസി കാരണം വായ തുറന്നു പോയാൽ ആ സമയത്തുള്ളിലേക്ക് കയറുന്ന വായു, പുറത്തുള്ള വായു ഭക്ഷണത്തിൽ മിക്സായിട്ട് വയറിന് പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സലാം പറയരുത് എന്ന് പറഞ്ഞത്. നന്നായി ചവച്ചരച്ച് കഴിക്കണം. അതും വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ചില ആളുകൾക്ക് പൊണ്ണത്തടി വരുന്നത്, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം വരുന്നത്, കൊഴുപ്പടിഞ്ഞുകൂടുന്ന പ്രശ്നം വരുന്നത്, അടിവയറ്റിൽ കൊഴുപ്പ് വല്ലാണ്ട് അടിഞ്ഞുകൂടുന്ന പ്രശ്നമൊക്കെ വരുന്നത് ചവക്കൽ കുറയുന്ന ആളുകളിലാണ്. ഭക്ഷണത്തെ ചവക്കൽ കുറയുന്ന ആളുകളിലാണ്. ആ കാര്യം ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യൂല. എല്ലാവർക്കും എല്ലാം ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല. 50 കൊല്ലമായിട്ട് ചെയിൻ സ്മോക്കേഴ്സിന് ക്യാൻസർ ഇല്ലാണ്ട് ജീവിക്കുന്നുണ്ട്. എന്താണ് നമുക്കറിയില്ല. അതേസമയം 2 കൊല്ലം വിൽക്കുമ്പോഴത്തേക്ക് തൊണ്ടയിലും വായിലും ക്യാൻസർ വന്ന ആളുമുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ആ കാര്യവും നിങ്ങൾ ശ്രദ്ധിക്കണം. ഭക്ഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ ഇവിടെ പ്രത്യേകിച്ചും ചൂട് കൂടുന്ന മാസമായതുകൊണ്ട് ഇറച്ചി നിങ്ങൾ വേവിക്കുമ്പോൾ നിർബന്ധമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരങ്ങ ചേർത്ത് വേവിക്കാനായിരുന്നു ഭാര്യമാരോട് പറഞ്ഞിരുന്നത്. ഐഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ ഒരു രസകരമായ സംഭവമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങാടിയിൽ നിന്ന് മാംസം കൊണ്ടുവരുമ്പോൾ കൂടെ ചുരങ്ങ കൊണ്ടുവരും. ഇവിടെ എന്താ പറയുന്നത്? ചുരങ്ങ. അപ്പോൾ ഈ ഇറച്ചി കറിയിൽ അത് വേവിക്കണം എന്നാണ്. ഈ ഉഷ്ണം കൂടിയ കാലാവസ്ഥയിൽ ഇറച്ചിയിൽ ചുരങ്ങയോ അല്ലെങ്കിൽ വെള്ളേരിയോ അല്ലെങ്കിൽ കഴുത്തങ്ങ എന്ന് പറയും ആ ഭാഗത്തൊക്കെ, പിന്നെ ഇളവൻ കുമ്പളങ്ങയുടെ ഇത്തരം വസ്തുക്കൾ ചേർക്കാതെയാണ് നമ്മൾ ഇറച്ചി വേവിക്കുന്നെങ്കിൽ പെട്ടെന്ന് കരൾ രോഗം വരും. പ്രത്യേകിച്ച് നമ്മൾ ആഴ്ചയിൽ 3-4 തവണ കഴിക്കുന്നതല്ലേ. അംഗീകരിച്ച അളവിൽ പരിധി വിടുന്ന ആളുകളാണല്ലോ നമ്മൾ. അപ്പോൾ നമ്മൾ ചൂട് കാലത്ത് നാട്ടിലും വിളിച്ചു പറയണം. നാട്ടിലിപ്പോൾ ഞാനിപ്പോൾ അൽഹംദുലില്ലാ തിബ്ബുൻ നബവി സംബന്ധമായ കാര്യം നടത്തുന്നതോടൊപ്പം തന്നെ തളിപ്പറമ്പിൽ പെൺകുട്ടികൾ മാത്രം താമസിച്ച് പഠിക്കുന്ന ഹിഫ്ദുൽ ഖുർആൻ കോളേജ് നടത്തുന്നുണ്ട്. പെൺകുട്ടികൾ ഹാഫിളുകളാക്കുക, തർബിയത്ത് കൊടുക്കുക, മതപരമായ കഴിവുകൾ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിലാണ് കൊണ്ടുപോകുന്നത്. തിബ്ബുൻ നബവി പ്രൊമോട്ട് ചെയ്യുന്ന സിസ്റ്റത്തിലാണ് കൊണ്ടുവന്നത്, നിർദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഇറച്ചി വാങ്ങുമ്പോൾ തന്നെ ചുരങ്ങ വാങ്ങും, എന്നിട്ട് അതിട്ടിട്ടേ കറി വെക്കും വേവിച്ചിട്ട്. ഐഷബി പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിരലിങ്ങനെ കറിയിലിട്ട് തപ്പി നോക്കും ചുരങ്ങക്ക് എന്ന്. പഴയ കാലത്തൊക്കെ വളരെ സാമ്പത്തിക പ്രശ്നമുള്ളത് ചെമ്മീനൊക്കെ കറി വെച്ച ചെമ്മീനുണ്ടോ നമ്മൾ തപ്പി നോക്കുക എന്ന് പറഞ്ഞ മാതിരി മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുരങ്ങ തപ്പി നോക്കി കറിയിൽ. നിങ്ങൾ ആലോചിച്ച് നോക്കി. അനസ് റളിയല്ലാഹു തആല അൻഹു ചുരങ്ങൻ്റെ വള്ളി കണ്ടാൽ ഇങ്ങനെ ബഹുമാനത്തോടെ നോക്കി, എൻ്റെ റസൂലുള്ളാഹിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണല്ലോ ഇത് എന്നിട്ട്. ചരിത്രമാണ്, ഇസ്ലാമിക ചരിത്രമാണ്. അപ്പം അരക്കെട്ടിൻ്റെ ഭാഗത്തെ നരമ്പുകൾക്ക് ശക്തി നൽകാനും ടോട്ടലി ശരീരത്തെ ഈർപ്പം നിലനിർത്താനും ശരീരത്തിൽ വരുന്ന ഡ്രൈനസ് വരൾച്ചയെ ഇല്ലായ്മ ചെയ്യാനും വയറിൽ വർദ്ധിക്കുന്ന ഉഷ്ണത്തെ വിഭാടനം ചെയ്യാനൊക്കെ ചുരങ്ങക്ക് നല്ല കഴിവുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും, വിലയും കുറവാണ്. പറ്റണ ഭാഗ്യവാന്മാരൊക്കെ ഉപയോഗിച്ചോളി. അല്ലാത്ത ആൾ ഇത് കേട്ടിട്ട് ചുമ്മാ ഇരിക്കാന്നല്ലാണ്ടല്ലേ. കുട്ടികളിങ്ങനെ പൈസ ഇല്ലാണ്ട് സ്കൂളിൽ പോയാൽ മറ്റുള്ള കുട്ടികൾ മിഠായി വാങ്ങും, ഇവൻ നോക്കി നിൽക്കണവർ നിങ്ങൾ നോക്കി നിൽക്കാനാ. പിന്നെ എന്താ ചെയ്യുക? എല്ലാത്തിനും തൗഫീക്ക് വേണം. ഇപ്പോൾ റമദാനിലേക്ക് എത്തിക്കണേന്ന് വരുന്നിട്ട് എന്താ പിന്നെ അത് വരക്കണം? വഫ്ഫിഖ്നാ ഫീഹി ലിസ്സിയാമി, വഫ്ഫിഖ്നാ തൗഫീക്ക് നൽകണേ. നോമ്പ് കാലത്ത് എത്തിയിട്ട് എത്ര ആൾ വെറുതെ ഒരു കാര്യമില്ല സമൂസയും ചായയും കുടിച്ച് പോകാന്നല്ലാണ്ട് പള്ളിയിൽ നിന്ന് എനിക്ക് കാര്യമൊന്നുമില്ലല്ലോ. എല്ലാ നോമ്പിലും ഓനി തന്നെ പരിപാടി.
ചില ആളുകളോ അവർക്ക് അള്ളാഹു തൗഫീഖ്